എല്ലാവർക്കും നമസ്കാരം. ഇതേതാ ക്ഷേത്രം എന്ന് മനസ്സിലായോ? ഇതൊരു ദുര്യോധന ക്ഷേത്രമാണ്. എവിടെയാണെന്നോ? കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോരുവഴി പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ളത് കണ്ടിരുന്നോ? ഇല്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഇതിനവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ തൊഴുതിട്ട് ശാസ്താംകോട്ട കായലരികത്തും കുറച്ച് നേരം സമയം പോയിരുന്ന് പിന്നീട് ഞങ്ങൾ ഇവിടേക്കാണ് വന്നത്. അവിടെ കുറച്ചടുത്ത് ഒരു ദുര്യോധന ക്ഷേത്രമുണ്ട്, അവിടെയും കൂടെ പോയി വരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സംശയമായിരുന്നു, ദുര്യോധനായിട്ടൊരു ക്ഷേത്രമോ എന്ന്. കാരണം നമ്മൾ ചെറുതിലെ തൊട്ട് കേൾക്കുന്ന കഥകളിൽ ദുര്യോധനും അനുജന്മാരും ഒക്കെ ദുഷ്ടകഥാപാത്രങ്ങളാണല്ലോ. അപ്പോൾ അവർക്കായിട്ട് ക്ഷേത്രമുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കുറച്ച് ദൂരേ ഉള്ളൂ എന്ന് പോകാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. പക്ഷേ കോട്ടയത്തു നിന്ന് വരുമ്പോൾ ശാസ്താംകോട്ട വരെ വരണ്ട, അടൂർ കൊല്ലം റൂട്ടിൽ കല്ലുവഴി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോരാനാണ് എളുപ്പം. അപ്പോൾ ഞങ്ങൾ ശാസ്താംകോട്ടയിൽ നിന്ന് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഒരു 4 മണി സമയമായിരുന്നതുകൊണ്ട് വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ സാധാരണയിൽ കവിഞ്ഞും കുറച്ചും കൂടി മോശമായിട്ടാണ് ഇരിക്കുക. വെയിലത്ത് അങ്ങനെ എടുക്കാൻ കൊള്ളില്ല എന്നും കൂടെ മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. ആചാരങ്ങളും അതുപോലെ തന്നെ ഐതിഹ്യത്തിലുമൊക്കെ പ്രത്യേകതയുണ്ട്. ഈ ക്ഷേത്രത്തിൽ വിഗ്രഹമോ ശ്രീകോവിലോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുറസായ ഒരു സ്ഥലത്താണ് പൂജയും കാര്യങ്ങളും ചെയ്യുന്നത്. അതിലും ഏറെ കൗതുകകരമായിട്ടുള്ള മറ്റൊന്ന് ഇവിടുത്തെ വഴിപാടാണ്. ഇതാ നോക്കൂ, മദ്യവും അതുപോലെ മുറുക്കാനും പാക്ക്, വെറ്റില, അതുപോലെ വലിയ പുകയില, ഇതൊക്കെ അവിടെ തന്നെയുണ്ട്. നമുക്ക് അത് വാങ്ങി അവിടെ കൊടുക്കാം. അപ്പോൾ കുറവ സമുദായത്തിൽ ആളുകളാണ് ഇവിടെ പൂജാരി, അതായത് കുറവ് സമുദായത്തിൻ്റേതാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പറ്റിയിട്ട് 2 പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങളുണ്ട്. ഒന്ന്, ദുര്യോധന ക്ഷേത്രം എന്നാണല്ലോ ഇപ്പോൾ അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് പാണ്ഡവർ വനവാസ കാലത്ത് ഇവിടെ എത്തിയിരുന്നുവെന്നും അപ്പോൾ അവരെ അന്വേഷിച്ച് ദുര്യോധനൻ ഇങ്ങനെ നടക്കുകയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ നടന്ന വഴിക്ക് ഇവിടെ വന്നപ്പോൾ കുറവ് സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ദുര്യോധനന് വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതിന് പ്രതിഫലമായിട്ട് 101 ഏക്കർ സ്ഥലം കൊടുത്തു എന്നും അപ്പോൾ അവർ അങ്ങനെ ദുര്യോധനായിട്ട് ഇവിടെ ക്ഷേത്രം പണിതു എന്നുള്ള ഒരു ഐതിഹ്യം. മറ്റൊന്ന്, ഇതുണ്ടല്ലോ, ഈ കുറവ് സമുദായത്തിൻ്റെ, അതായത് സംഘകാലഘട്ടത്തെ ഏറ്റവും ഒരു രാജകീയ പദവിയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ഈ കുറവ് സമുദായക്കാർ. അപ്പോഴന്ന് അവരുടെ രാജവംശമുണ്ടായിരുന്നു. അപ്പം മലനട അപ്പൂപ്പൻ എന്നാണ്. ഈ മലനട എന്ന് പറയുമ്പം 1000-ലേറെ മലനടകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലനടയാണ് ഈ പോരുവഴിയിലേത്. അപ്പോൾ ഇവിടുത്തെ അപ്പൂപ്പൻ്റെ, അതായത് അന്നത്തെ രാജാവിൻ്റെ ഒരു സമാധി സ്ഥലമാണ് ഇത് എന്നും വിശ്വസിക്കപ്പെടുന്നു. തൊട്ടടുത്ത് തന്നെ ഉപക്ഷേത്രമുണ്ട്, അതായത് മലനട അപ്പൂപ്പൻ ജീവിച്ചിരുന്ന വീടും ഒക്കെയുണ്ട്. അവിടെയും കൂടെ പോയിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. അതുപോലെ ഇതാ നോക്കൂ. പക്ഷേ എനിക്ക് ഇത് വളരെ അത്ഭുതമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വഴിപാടും കാര്യങ്ങളും കാണുന്നത്. അപ്പോൾ പിന്നെ ഒന്നുണ്ട്, ഹിന്ദു മതത്തിൽ മതം തന്നെ പ്രാചീനമായ ആചാര കാര്യങ്ങളും ഒക്കെയുള്ളതാണ്. ഏറ്റവും പഴയ മതമാണല്ലോ. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന കാര്യങ്ങൾ അധികം കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തൊരു മതവും കൂടി ആയതുകൊണ്ട് പണ്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും അതുപോലെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ തൊഴുതിട്ട് ഞങ്ങൾ താഴെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മലനട അപ്പൂപ്പൻ്റെ ജന്മസ്ഥലവും, അവിടെയും പോയിരുന്നു. അപ്പോൾ ഇതാ നോക്കൂ, ഇതിന് ചെമ്പിട്ട കൊട്ടാരം എന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, കടുത്താംശ്ശേരി കൊട്ടാരം, ഇതാണ് ആദിമൂലസ്ഥാനം മലനട അപ്പൂപ്പൻ്റേത്. ഇവിടെയും ഇതാ നോക്കൂ, ഇത് തന്നെയാണ് വഴിപാട്. വെറ്റില, പാക്ക് അല്ലെങ്കിൽ അടയ്ക്ക, പിന്നെ പുകയില, ഒപ്പം മദ്യവും. അപ്പം ഒക്കെ അവിടെ തന്നെയുണ്ട്. അവിടെ നിന്ന് നമ്മൾ വാങ്ങി അവിടെ നടക്കി വെക്കാം, അവർ പൂജിക്കും. ഇതാ നോക്കൂ, ഒരുപാട് പഴയ ഒരു തറവാട്. അതിന് ഉള്ളിലാണ് മലനട അപ്പൂപ്പൻ്റെ പള്ളിയറയാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ സ്വർണ്ണക്കുടി സൂക്ഷിക്കുന്ന ആമാടപ്പെട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെയും എല്ലാ വർഷവും
പൂജയിൽ നിത്യപൂജയുണ്ട്, അതുപോലെ തന്നെ വർഷം തോറും വിശിഷ്ടമുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനം ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് വളരെ പേര് കേട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, മനസ്സിൽ നേർന്ന കാര്യങ്ങൾ സാധിച്ചതിൻ്റെ പ്രത്യേക കാര്യമായിട്ട്. അങ്ങനെ പുഴുക്ക് നേർച്ച, പിന്നെ മലപൂജ, അങ്ങനെയൊക്കെ ഒരുപാട് വിശിഷ്ടമായിട്ടുള്ള വഴിപാടുകളാണ് ഇവിടെയുള്ളത്. 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന പള്ളിപ്പാന എന്ന് പറയുന്ന ഉത്സവമുണ്ട്. അപ്പോൾ അത് 2023 കഴിഞ്ഞത്. ഇനി അടുത്ത 12 വർഷത്തിന് ശേഷം വേല സമുദായത്തിൽപ്പെട്ട ആളുകളാണ് പള്ളിപ്പാന നടത്തുന്നത്. അതായത് ഈ ചൂരൽ വള്ളി ശരീരത്തിൽ ചുറ്റിയിട്ടുരുളുന്ന ഒരു ആഘോഷമാണ് പള്ളിപ്പാന. പഴയ കുരുക്ഷേത്ര യുദ്ധത്തിലെ ശരശയ്യയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ. പിന്നെ എല്ലാ വർഷവും ഇവിടെ മലനട മഹോത്സവം, മലക്കുട മഹോത്സവം വളരെ വിശിഷ്ടമാണ്. 21.25 അടി ഉയരമുള്ള എടുപ്പ് കുതിര, അതുപോലെ തന്നെ കെട്ടുകാള, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഉത്സവ കാഴ്ചകളുമാണ്. മീനമാസത്തിലാണ് ഉത്സവം, മലക്കുട മഹോത്സവം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പുതിയ കാര്യങ്ങൾ പുതിയ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ കൗതുകമുണർത്തുന്ന ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ അറിയുന്നത് നമുക്ക് ഏറെ ഓരോരോ അനുഭവങ്ങളാണ്, അറിവുകളാണ്. ഈ കുറവ് സമുദായത്തിനുള്ള പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ക്ഷേത്രം ഇവിടെയുള്ള 7 കരക്കാരുടെ ഭരണസമിതിയുടെ കീഴിലും കൂടെയാണ്. പൂജാരി ഒക്കെ കുറവ് സമുദായത്തിൽപ്പെട്ടവരാണ്. ഇന്ന് അവരുടെ പ്രാതിനിധ്യങ്ങൾ കാലാന്തരേന കുറഞ്ഞു പോയത് കൊണ്ട് ആണ് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് അവരിപ്പോൾ. ഏറ്റവും ആകർഷണീയം ഈ പ്രദേശമാണ്. എന്ത് ഭംഗിയാണെന്നറിയോ, പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ചുറ്റുപാടുമൊക്കെ കാണാനായിട്ട് വളരെ മനോഹരമാണ് ഒരു വൈകുന്നേര സമയങ്ങളിൽ കൂടുതലും. അടുത്തടുത്ത് തന്നെയായി ഉപദേവന്മാരായി ഒരുപാട് പേരുടെ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. കോഴി, ആട്, ഇതൊക്കെയാണ് ഇവിടെ പ്രധാന വഴിപാട് നേർച്ചകൾ. അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടുന്ന് തന്നെ വാങ്ങി നമുക്കവിടെ നടക്കി വെക്കാം. അങ്ങനെ ഈ ചുറ്റുപാട് പ്രദേശങ്ങളൊക്കെ കുറച്ച് സമയം നടന്ന് കണ്ട് മലനട അപ്പൂപ്പനും ദുര്യോധനും ഒരു മുറുക്കാനൊക്കെ വാങ്ങി നടക്കി വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളും അവിടെ നിന്ന് മടങ്ങി.